നമസ്കാരം. സോംജിസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ഇന്നൊരല്പം മെച്ചപ്പെട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 23,200 മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. എല്ലാവരും മാർക്കറ്റിൻ്റെ ഈ രീതിയിലുള്ള പ്രകടനത്തിൽ വിഷമിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എപ്പോഴാണ് നമ്മളുടെ നിക്ഷേപം ലാഭത്തിലെടുത്ത് മാറാൻ പറ്റുക എന്ന് ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേരെന്ന് എനിക്ക് തോന്നുന്നു. മാർക്കറ്റ് ഇതേ ലെവലിൽ കുറേ കാലം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നിരാശരാകും ഒരുപാട് ആളുകൾ. പലരും വിറ്റൊഴിയാനും തയ്യാറാകും. പലരുടെയും സാമ്പത്തിക നില അതിന് അനുസരിച്ചായിരിക്കും. എല്ലാവരും നിക്ഷേപത്തിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ അല്പം ലാഭം എടുക്കാമെന്ന് കരുതി തന്നെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള മാർക്കറ്റുകൾ എല്ലാ കാലത്തും നമ്മൾ പ്രതീക്ഷിക്കണം, എന്നിട്ടേ നിക്ഷേപിക്കാവൂ. എല്ലാവരുടെയും നിക്ഷേപങ്ങൾക്ക് എന്നും ലാഭകരമായി നിലനിൽക്കാനാകുമെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റ് ആവേണ്ട കാര്യമില്ല. വേറെ എവിടെയെങ്കിലും ആകാം അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് സ്ഥിരം പരിപാടി തന്നെയാണ്. ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ടാകും. പ്രതീക്ഷകൾ തെറ്റിക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീണ്ട കാലാവധിയിൽ നിക്ഷേപിക്കുന്ന ആളുകൾ അത് നിക്ഷേപിച്ച് അതിനെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുന്ന കാലത്ത് മാത്രമേ അവർക്ക് അതിൽ നിന്ന് അസറ്റ് ക്രിയേറ്റ് ചെയ്യാനാവുകയുള്ളൂ. ചെറിയ ലാഭങ്ങൾ എടുക്കാൻ എല്ലാവർക്കും ആയിരുന്നിരിക്കും പലപ്പോഴും. പക്ഷേ ഇതുപോലുള്ള സാഹചര്യത്തിൽ ശാന്തരായി നമ്മുടെ നിക്ഷേപത്തെ സമീപിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ക്ഷമയ്ക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതിരിക്കട്ടെ, ദാവൂസിൽ ലോക എക്കണോമിക് ഫോറം നടക്കുകയാണ്. ആളുകളുടെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും എല്ലാം അങ്ങനെ വരുന്നുണ്ട് മീഡിയകളിലൂടെ. നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഒരുപാട് പ്രതിനിധികൾ അവിടെ പോയിട്ടുണ്ട്. പലരെയും കണ്ട് ഇൻ്റർവ്യൂ നടത്തുന്നതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾക്ക് കാണാൻ പറ്റും. പുറത്തുള്ള ആളുകളുടെ, നിക്ഷേപ സ്ഥാപനങ്ങളുടെ, അനലിസ്റ്റുകളുടെ, പിന്നെ എന്താ പറയുക, എക്കണോമിയെ സംബന്ധിച്ച് വിശദമായ ഗവേഷണങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇന്ത്യയെക്കുറിച്ച് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ കണ്ട അഭിപ്രായങ്ങളിലെല്ലാം ഇന്ത്യയാണ് ബ്രൈറ്റ് സ്പോട്ടായിട്ട് അങ്ങനെ നിലനിൽക്കുന്നത്. അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യം തന്നെയാണ്. അതുതന്നെയല്ല, അടുത്ത 2-3 വർഷങ്ങളിലെങ്കിലും ഏറ്റവും കൂടുതൽ GDPക്ക് വളർച്ച ഉണ്ടാകുന്ന രാജ്യം ഇന്ത്യയാണെന്ന് എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ട്രംപ് അധികാരത്തിൽ വരുന്നത്. ട്രംപിൻ്റെ ഭരണം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലാണ് ആളുകളെല്ലാം. ചൈനയ്ക്ക് എത്രമാത്രം ഉപരോധമായിരിക്കും ചൈന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ താരിഫ് എത്രമാത്രം ഉയർത്തും എന്നൊക്കെയുള്ള ചിന്തകളാണ് എല്ലാവരെയും അലട്ടുന്നത്. ലോകത്തെ എക്കണോമി അത് സ്വാധീനിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അമേരിക്കയുടെ എക്കണോമിയെയും സ്ഥാപിക്കും, ഡോളറിനെ ബാധിക്കുന്നു, രൂപയെ ബാധിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും അതിന് ഇഫക്റ്റ് ഉണ്ടാകും. അപ്പോഴും നമ്മൾക്ക് ബ്രൈറ്റ് സ്പോട്ടായിട്ട് സന്തോഷിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ എക്കണോമിയെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ മാർക്കറ്റിൽ തന്നെ വെളിവായതുപോലെ IT-യും മറ്റോ ഫാർമ മേഖലകൾക്കൊക്കെ വരുന്ന മുന്നേറ്റങ്ങളാണ്. അല്ലെങ്കിൽ അവയിലേക്ക് പണം ഒഴുകാനുള്ള സാധ്യത ഇപ്പോഴേ തുറന്നിട്ട് കഴിഞ്ഞു എല്ലാവരും. അതിനായിരിക്കും വളർച്ച എന്ന് കണ്ടുകൊണ്ട് അതിലേക്ക് മുന്നേറുന്നുണ്ട്. ഒരുപാട് മിഡ് ക്യാപ്പ് ഓഹരികൾ ഇന്ന് നല്ല രീതിയിൽ, IT-യുടെ മിഡ് ക്യാപ്പ് ഓഹരികൾ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്.
അതിനൊക്കെ കാരണം ഇതുപോലുള്ള സെന്റിമെന്റ്സ് വളർന്നു വരുന്നു എന്നുള്ളതാണ്. IT മേഖലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ AI സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടാവുക എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ആ മേഖലകൾക്ക് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. ആ മേഖലകളിലേക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നതിന് ശേഷം ഇൻഫോസിസ് ഒക്കെ താഴെ വന്നു. TCS ആയാലും വലിയ മുന്നേറ്റങ്ങളൊന്നും നടത്താനായില്ല. പക്ഷെ അവയൊക്കെ പതുക്കെ പതുക്കെ മാർക്കറ്റിൽ മുന്നേറി തുടങ്ങുകയാണ്. മാർക്കറ്റിന് തീർച്ചയായിട്ടും ചില ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും ചില പ്രതീക്ഷകൾ ഉണ്ട്. ആ പ്രതീക്ഷകളെ ശരിയായ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ലക്ഷ്യം കൂടിയാണ്. ഇന്നിപ്പോൾ HDFC ബാങ്കിന് വൈ പറയാത്ത ആരുമില്ല. ഏതോ 3-4 റിസർച്ച് സ്ഥാപനങ്ങളും ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെയാണ് അതിന് വൈ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും തന്നെ 2000-നും 2100-നൊക്കെ മുകളിൽ പറയുന്നുണ്ട്. HDFC ബാങ്ക് എത്രയോ കാലമായി അങ്ങനെ കിടക്കുന്നു. മാർക്കറ്റ് ഇനി ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണാൻ പറ്റില്ല. അതാണ് ഈ ഇത്തരം നിർദ്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ന് തന്നെ അത് ഉയർന്നോളുമെന്നും നാളെ അത് ഉയർന്ന് നിങ്ങൾക്ക് ആ റിട്ടേൺ എല്ലാം കിട്ടുമെന്നും ഒന്നുമല്ല. ഇതൊക്കെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കാൻ, ക്ഷമയോടെ നിക്ഷേപിക്കാനും താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറം ഉള്ള റിട്ടേണുകളായിരിക്കും കിട്ടുക. ഇപ്പോൾ ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. വലിയ ഡിക്സൺ ടെക്നോളജീസൊക്കെ എത്ര കറക്റ്റ് ചെയ്തത്, എത്ര പെട്ടെന്നാണ് എത്ര കറക്റ്റ് ചെയ്തത്, അതിനൊക്കെയുള്ള കാരണങ്ങൾ മാർക്കറ്റിൽ തന്നെ ഉണ്ട്. നമ്മളൊരു ഓഹരിയെ വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ അത് എങ്ങനെ വന്നു എന്നുള്ളതാണ്. നമ്മൾ 200-300% ഉയർന്നു കഴിഞ്ഞ ഒരു ഷെയറിൽ ഓഹരിയിൽ നിങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുന്നില്ല അത് ഇത്രയും താഴെ കിടന്ന ഒരു ഷെയറാണ്, അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് ഇത്രയായിരുന്നു അതിൻ്റെ ലെവല് എന്ന് നമ്മൾ മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ നിക്ഷേപിക്കുന്നത്. അത് തീർച്ചയായിട്ടും നല്ലൊരു പ്രവണതയല്ല. ഈ കയറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സാധ്യത നിങ്ങൾക്ക് തുറന്നു തരുന്നുണ്ടാവും. ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലോ അടുത്ത മാസങ്ങളിലോ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു മാർക്കറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സാധ്യത കിട്ടിയെന്നിരിക്കില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലും മുകളിൽ കുടുങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് 374 രൂപയിൽ കിടന്ന ഒരു ഷെയർ ആണെന്നും അതിലേക്ക് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അതുപോലുള്ള ക്യാപെക്സ് അതിൽ വന്നാൽ തന്നെയും അതിന് ഇത്രമാത്രം വാല്യൂ ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിക്കാതെ നമ്മൾ നിക്ഷേപിക്കും. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. 374-384 രൂപയിൽ നിലവാരത്തിൽ കിടന്നപ്പോൾ അതിനകത്ത് നിക്ഷേപ താല്പര്യം എത്രയെന്നും ഇതിൻ്റെ പകുതി പോലും ഉണ്ടായിട്ടില്ല. ആരെങ്കിലുമൊക്കെ നിക്ഷേപിച്ചാൽ അവർക്ക് ഒരു റിട്ടേണും കിട്ടാതെ അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ഉയർച്ച പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ ചാടിക്കയറി വാങ്ങിക്കും നമ്മൾ. ഇനിയും അതിന് സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അത് കറക്റ്റ് ചെയ്യാതെ ആ രീതിയിൽ ആ ഷെയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്തൊന്നും ഒരു വിപണിക്കും ഉണ്ടാവുകയില്ല. TCS 3900-നും 4000-നും 4100-നും ഇടയിൽ ചാഞ്ചാടി തുടങ്ങിയിട്ട് വർഷങ്ങളായി. അത് 1200 ലെവൽ, 1100, 1200 ലെവലിലും ഇതുപോലെ കുറേ കാലങ്ങൾ കിടന്നതിന് ശേഷമാണ് അത് മുന്നേറിയത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള അടുത്ത മൂവ്മെൻറ്റിൽ TCSന് 4000-ൻ്റെ അല്ലെങ്കിൽ 4500-ൻ്റെ മുകളിലേക്ക് പോകാനുള്ള കരുത്ത് കിട്ടുന്നത് ഇതുപോലുള്ള സ്റ്റെബിലൈസേഷനുകളിൽ നിന്നാണ്, ഇതുപോലുള്ള അടിത്തറ പണിയുന്നതിൽ നിന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കി നിക്ഷേപ സാധ്യതകൾ അങ്ങനെയുള്ള IT മേഖലയിലുള്ള ഷെയറുകളെ നിങ്ങൾ കണ്ടെത്തുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സെബിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്യുന്നവർക്ക് 250 രൂപയുടെ SIPയിൽ തുടങ്ങാവുന്ന മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങണമെന്നും ആ മ്യൂച്വൽ ഫണ്ടുകൾക്ക് അതിൻ്റെ ചെലവിനുള്ളത് സബ്സിഡൈസ് ചെയ്യുമെന്നുമാണ് സെബി പറയുന്നത്. 2-3 മ്യൂച്വൽ ഫണ്ടുകൾ അതുപോലെ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും തുടങ്ങിയാൽ അതിൻ്റെ ചെലവിലേക്ക് കുറച്ച് സബ്സിഡൈസ് ചെയ്യാൻ സെബി തയ്യാറാണെന്ന് പറയുന്നു.
മ്യൂച്വൽ ഫണ്ടുകളെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. അതൊരു സന്തോഷകരമായ വാർത്തയാണ്. കാരണം ഞാൻ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് 100 രൂപയുടെയും 500 രൂപയുടെയും ഒക്കെ SIPകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങൾ അങ്ങനെ സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സെബി ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അതൊരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. 250 രൂപ മാസമോ ആഴ്ചയിലോ ഒക്കെ മുടക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് SIP തുടങ്ങാനുള്ള സാധ്യതകൾ കൂടുതൽ തെളിഞ്ഞു വരുന്നു. അതൊരു നല്ല നിർദ്ദേശമാണ്. അതുപോലെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റ് ഇതിങ്ങനെ കിടക്കാതെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതും സെബിയുടെ ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന SIP പണം അങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കണം എന്നുള്ളത് അവരുടെ ഒരു താല്പര്യം കൂടിയാവും. ഇപ്പോഴത്തെ ചൈന ഗവൺമെൻറ് തലത്തിൽ തന്നെ ഷെയറുകൾ വാങ്ങിക്കുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നേരിട്ടിറങ്ങി വാങ്ങുമെന്നായിരിക്കില്ല. അവർക്കതിനെ ചൈനയുടെ ഷെയർ മാർക്കറ്റ് വളരെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് അതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഗവൺമെൻറ് പല പദ്ധതികളിലൂടെ പണം അങ്ങോട്ട് കൊടുക്കുന്നു. പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇത്ര ശതമാനം വെച്ച് മാർക്കറ്റിൽ ഇറക്കണമെന്നും മാസം ഇറക്കിക്കൊള്ളണമെന്നൊക്കെയുള്ള തീരുമാനങ്ങളാണ് ചൈന എടുക്കുന്നത്. അപ്പോൾ ആ മാർക്കറ്റിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്നു. അത് തീർച്ചയായിട്ടും നമ്മൾക്കുടെ ഇന്ത്യൻ മാർക്കറ്റിനൊരു ശരിയായ രീതിയിലൊരു ഭീഷണി തന്നെയാവും. അങ്ങനെയുള്ളത് ചൈന ഉയർന്നു വരുമ്പോൾ, ചൈനയുടെ മാർക്കറ്റ് ഉയരുമ്പോൾ തീർച്ചയായിട്ടും പണം അങ്ങോട്ട് ഒഴുകും. ഇപ്പോൾ ഈ അടുത്തിടെ ചെറിയൊരു പാക്കേജ് പ്രഖ്യാപിച്ചപ്പോഴാണ് ഇന്ത്യൻ മാർക്കറ്റുകൾ തകർന്നു തുടങ്ങിയത്. അപ്പോൾ ആ രീതിയിലൊക്കെ മാർക്കറ്റിനെ കാണുക. ട്രംപ് ആണെങ്കിൽ വളരെയേറെ ശക്തമായി ഡോളറിനെ പിന്തുണച്ചുകൊണ്ട് ഡോളറിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. മാർക്കറ്റിന് അതിശക്തമായൊന്നും പെട്ടെന്നൊന്നും കുതിച്ചു കയറി മുന്നോട്ട് വരാനൊന്നും കഴിയുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. ഈ വരുന്ന ബഡ്ജറ്റ് ഒരു മുന്നേറ്റത്തിനുള്ള ഒരു സാധ്യത തരും എന്ന് പലരും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആയാൽ പോലും അതൊന്നും ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് തന്നെ അത് തുടർന്നു പോവുകയോ ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മാർക്കറ്റ് അതിശക്തമായി 2020 മുതൽ കയറിപ്പോയതാണ്. അത്രയും ശക്തമായി കയറിപ്പോയ മാർക്കറ്റ് അത് 12% ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ ഇടിവിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് കുതിച്ച് കയറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ആ രീതിയിൽ തന്നെ വേണം മാർക്കറ്റിനെ കാണാൻ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ശാന്തരായി നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളവർ കൂടുതൽ ശ്രദ്ധയോടെ നിക്ഷേപങ്ങൾ തുടരാൻ പറ്റുന്നവർ തുടരുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മാർക്കറ്റിനെ ക്ഷമയോടെ തന്നെ നേരിടുക. ക്ഷമയാണ് എപ്പോഴും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള കമ്പനികളൊന്നും ഓടി ഒളിക്കുന്ന കമ്പനികളൊന്നുമല്ല. അവയിലൊക്കെ തന്നെ നിക്ഷേപ താല്പര്യങ്ങൾ ഇനിയും വരും. അത് വരുന്നത് കമ്പനിയുടെ പ്രവർത്തനം അനുസരിച്ചും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റ് അനുസരിച്ചും കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ എല്ലാം പ്രശ്നവും അവസാനിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നേറാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. താങ്ക് യു. വീണ്ടും കാണാം.